ഹായ് ഗായ്സ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. ഐ എം ഗീതു. അപ്പം ഞങ്ങൾ നാട്ടിലുള്ള ഒരു വീഡിയോ ആണിത്. ഒരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പം ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചേട്ടനെ നമുക്കറിയാവുന്ന തന്നെ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് ബിരിയാണി നമുക്ക് വെച്ച് തരുന്നത്. നമ്മൾ സാമഗ്രികളൊക്കെ അടുപ്പിച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പം അതിന് വേണ്ട എല്ലാം അരിഞ്ഞും പിടിച്ചും ഒക്കെ വെച്ചേക്കുവാണ്. പിന്നെ എന്നാ പറയുന്നത്, അടുപ്പൊക്കെ നമ്മൾ കൂട്ടി അങ്ങനെ എല്ലാം ഒക്കെ കൊടുക്കണം. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. വിറകൊക്കെ നമ്മളങ്ങനെ വല്ലപ്പോഴും അല്ലേ ചെല്ലുന്നത്. അപ്പം വിറകൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് വിറകൊക്കെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ എന്താ പറയുന്നത്, അപ്പം താഴെ ഒരു ചേട്ടൻ നിന്ന് നമ്മുടെ പുല്ലൊക്കെ വെട്ടി തെളിക്കുന്നുണ്ട്. പുള്ളി അവിടെ കൊതുകുണ്ട്, അതാണ് ഇതിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേദേണ്ട ചെമ്പൊക്കെ വന്നു. ചെമ്പൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുത്ത കേട്ടോ. പിന്നെ നമ്മുടെ പാത്രങ്ങളും ഉണ്ട്, അല്ലാതെ ഇത്രയും വലിയ ചെമ്പ് നമുക്കില്ലല്ലോ. അപ്പോൾ അത് വാടകയ്ക്ക് എടുത്തു. സാമൂൻ അതെല്ലാം ഒന്നുകൂടെ കഴുകുകയാണ്. ഇത് ഇറച്ചിയൊക്കെ കഴുകാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ടേക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ്. പിന്നെ വെജിറ്റബിൾ ഒരു കറിയും ഉണ്ട്, കാരണം നോയമ്പുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ പുറകെ തന്നെയാണ് നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയേക്കുന്നത്. അവിടെ എന്താ പറയുക, മെറ്റിലൊക്കെ കുറച്ച് മാറ്റി വെച്ച് പിന്നെ നമ്മൾ അടുപ്പൊക്കെ കൂട്ടുകയാണ്. അപ്പം എന്നാ പറയുന്നത്, ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഇത് ഞങ്ങളുടെ അമ്മ അവിടെ കാക്കയുണ്ട് മേളിയ, കാക്കയെ ഓടിക്കാനായിട്ട് ആ ഒരു സാധനമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾ ചീർക്കേളാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. എനിവേ, അപ്പോൾ നമ്മുടെ ഉരുളി അടുപ്പത്ത് കയറി അതിൻ്റെ അകത്ത് എണ്ണയൊഴിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വെജിറ്റബിൾ കറിയുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയനാണ് ഉദ്ദേശിക്കുന്നത്, മീൻസ് ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ അത് ആദ്യം വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണ ഇട്ടേക്കുന്നത്. ആ സമയത്ത് ഇവിടെ ചിക്കനൊക്കെ എന്താ പറയുന്നത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പം അന്നേരം ഞാൻ പിന്നെ പതുക്കെ വൺ ബൈ വൺ ആയിട്ട് എല്ലാവരും അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ചെയറൊക്കെ എടുത്തുകൊണ്ട് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് അതായത് നമ്മൾ സാധാരണ പെണ്ണുങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായുന്നത്. ഇതിപ്പം നമുക്കിന്ന് റെസ്റ്റാണ്. നമ്മളിതെല്ലാം ഇന്ന് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെയറിൻ്റെ എണ്ണം കൂടും. ഓരോ ചെയർ അവിടെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് അവിടെ ഇരുന്ന് ഇതിൻ്റെ പ്രോസസ്സ് കണ്ടുകൊണ്ടിരിക്കും. നമുക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പക്ഷേ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കിട്ട് നല്ലൊരു പണി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ, എൻ്റെ കോളിഫ്ലവറൊക്കെ വറുത്തെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇത് എണ്ണ മാറ്റി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ആ എണ്ണയ്ക്കകത്ത് തന്നെയാണെന്ന്, പക്ഷേ അല്ല. ആ എണ്ണ മാറ്റി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചെയറിൻ്റെ എണ്ണം കൂടി കണ്ടോ. അപ്പം പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കിങ്ങനെ ഓരോന്ന് എടുത്തും പിടിച്ചും ഒക്കെ കൊടുക്കാനായിട്ടും അതൊരു പണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ബിരിയാണി വെക്കുന്ന ആ ഒരു വെപ്രാളത്തിൽ, ആ ഒരു സന്തോഷത്തിലൊന്നും ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല. പിറ്റേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പെരയ്ക്കകത്തോട്ട്